നമസ്കാരം. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പുണ്യകേന്ദ്രമായ ശബരിമല സന്നിധാനത്തെ പോലും തങ്ങളുടെ അഴിമതിക്കും സ്വർണ്ണക്കടത്തിനുമുള്ള വേദിയാക്കി മാറ്റിയ മുൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും അവരുടെ ദേവസ്വം ബോർഡിന്റെയും ഞെട്ടിക്കുന്ന മറ്റൊരു കഥ കൂടിയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാളികൾ കഴിഞ്ഞ വർഷം ചെന്നൈയിലേക്ക് സ്വർണം പൂശാനായി കൊണ്ടുപോയതിന് ഉദ്യോഗസ്ഥർ കാണിച്ച കാരണങ്ങൾ ശരിയായിരുന്നോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അതീവ ഗൗരവമുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് 2025 സെപ്റ്റംബർ 2-ന് ഈ പാളികൾ ചെന്നൈയിലേക്ക് മാറ്റാൻ തീരുമാനമെടുക്കുന്നത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറുടെ വിചിത്രമായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. തുടർന്ന് സെപ്റ്റംബർ 7-ന് അതീവ രഹസ്യമായി ഈ ശില്പപാളികൾ അഴിച്ചുമാറ്റി നവീകരണത്തിന് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഈ രഹസ്യ നീക്കം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചതോടെയാണ് മുൻ സർക്കാർ ഭക്തരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച വലിയൊരു തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. അന്ന് ഈ ദ്വാരപാളികൾ കടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി തിരുവാഭരണം കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കണം. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്. വലതുവശത്തെ ദ്വാരപാലക ശില്പത്തിലെ കട്ടിളയോട് ചേർന്ന ഭാഗത്ത് 1.5 ഇഞ്ച് നീളത്തിൽ ചെമ്പ് തകിട് പൊട്ടിയിട്ടുണ്ട്. ഇതേ ശില്പപാളികളിലെ കാലിന്റെ ഉൾഭാഗത്ത് പൊട്ടലെന്ന് സംശയം. സ്വർണം പ്ലേറ്റ് ചെയ്ത ഭാഗങ്ങളിൽ പാടുകൾ കാണപ്പെടുന്നത് അഴിച്ചെടുത്ത് പരിശോധിക്കണം. ഇടതുവശത്തെ ശില്പപാളിയിൽ ഇടതുഭാഗത്ത് 2 ഇഞ്ച് നീളത്തിലും കൈമുട്ടിന്റെ കീഴെ 1/2 ഇഞ്ച് നീളത്തിലും പൊട്ടലുകളുണ്ട്. താങ്ങുപീഠത്തിലെ സ്വർണം തേഞ്ഞ് അകത്തെ നിക്കൽ കോട്ടിംഗ് കാണാം. ഇതിൽ 3 ഭാഗത്തെ സ്വർണം പൂശിയ ഭാഗം 1 സെന്റിമീറ്റർ നീളത്തിൽ അടർന്നും പോയിട്ടുണ്ട്. കട്ടിളയ്ക്ക് മുകളിലുള്ള ലക്ഷ്മി രൂപം കൊത്തിയ കമാന തകിട് കരി പുരണ്ട നിലയിലാണ്. ശ്രീകോവിലിൽ ഉറപ്പിച്ചിരിക്കുന്ന പിത്തളകൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രീകോവിലിൽ ഉറപ്പിച്ചിരിക്കുന്ന പിത്തളകൾ പലതും നഷ്ടപ്പെട്ടു എന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ച അന്നത്തെ ദേവസ്വം ബോർഡും സുരക്ഷാ ഉദ്യോഗസ്ഥരും CCTVയും ഉള്ള സന്നിധാനത്തെ ശ്രീകോവിലിൽ നിന്നും ഈ പിത്തളകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ആരാണെന്ന് കൂടി താങ്കളൊന്ന് വ്യക്തമാക്കണം. ഈ റിപ്പോർട്ടിന്റെ കൂടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് വെച്ച് ചെയ്യാനുള്ള ചില ജോലികളും നിർദ്ദേശിച്ചിരുന്നു. ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതിനു ശേഷം തിരികെ സന്നിധാനത്ത് എത്തിക്കുമ്പോൾ ശ്രീകോവിലിന്റെയും കട്ടിളയുടെയും അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റിട്ടുണ്ടെന്നാണ് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ദ്വാരപാലക ശില്പികൾ തിരിച്ചെത്തിച്ച ശേഷം ശ്രീകോവിലിന്റെ കതക്, കട്ടിള, ലക്ഷ്മി രൂപം, കമാനം എന്നിവയുടെ കേടുപാടുകൾ സന്നിധാനത്ത് വെച്ച് സ്വന്തം ചിലവിൽ പരിഹരിക്കാമെന്നായിരുന്നു പോറ്റി ഏറ്റത്. കൂടാതെ തന്ത്രി നിർദ്ദേശിക്കുന്ന അനുജ്ഞ, ശുദ്ധി, പൂജാകർമ്മങ്ങൾ എന്നിവയുടെ മുഴുവൻ ചെലവുകളും പോറ്റി തന്നെ ചെയ്യുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ ദ്വാരപാലപാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിയപ്പോഴേക്കും മുൻപ് ഇടതുപക്ഷ ഭരണകാലത്ത് നടന്ന 2019 ഭീകരമായ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും വലിയ വിവാദ കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഇതോടെ പോറ്റി ഏറ്റിരുന്ന കാര്യങ്ങളൊന്നും നടന്നതുമില്ല. ശ്രീകോവിലിന്റെ സുരക്ഷ പൂർണ്ണമായും അവതാളത്തിലാവുകയും ചെയ്തു. ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതിയെ പോലും ഇരുട്ടിൽ നിർത്തി അറ്റകുറ്റപ്പണിയുടെയും നിക്കൽ കോട്ടിങ്ങിന്റെയും പേരു പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കടത്തിയതിനു പിന്നിൽ വലിയൊരു അന്തർ സംസ്ഥാന മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശബരിമലയിലെ ആചാരങ്ങളെയും സുരക്ഷയെയും മുൻ പിണറായി സർക്കാർ പണയം വെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണം മാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ ശബരിമലയിലെ ഇത്തരം അഴിമതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡിൽ ഇരുന്ന് വിശ്വാസികളെ വഞ്ചിച്ച സകല ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന പുതിയ സർക്കാരിന്റെ നിലപാടിന് അയ്യപ്പ ഭക്തരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ശബരിമലയിൽ അഴിമതി നടത്തിയവരെല്ലാം അഴിക്കുള്ളിലാകുന്ന ഈ ഒരു സുതാര്യമായ അന്വേഷണം തന്നെയാണ് ഇനി അങ്ങോട്ട് വേണ്ടത്.